SSLC ഹിന്ദി പരീക്ഷയിൽ A+ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ്. എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയിൽ നമുക്ക് A+ ഉറപ്പാക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ SSLC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾമോസ്റ്റ് 80-90% ചോദ്യങ്ങൾ ചാപ്റ്റർ ബേസ്ഡ് അഥവാ പോയം ബേസ്ഡ് ആയിരിക്കും. അതിൽ കൂടുതൽ ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാപ്റ്ററിൻ്റെ കഥ മനസ്സിലാക്കിയില്ലെങ്കിൽ, അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓൾമോസ്റ്റ് 90% ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യണം. പക്ഷേ ഇവിടെ പല കുട്ടികളും ഫേസ് ചെയ്യുന്ന പ്രശ്നം, ചാപ്റ്റർ സാർ ഹിന്ദിയിലാണ്, ഹിന്ദി വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു PDF കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും മലയാളം സമ്മറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചാപ്റ്ററിനും നിങ്ങൾക്ക് മലയാളത്തിൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം കഥയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഓരോ ചാപ്റ്ററിൽ സംഭവിക്കുന്ന കാര്യം. അത് നിങ്ങൾ ആദ്യം ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ, പരീക്ഷ നിങ്ങൾ ഹിന്ദിയിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ മലയാളം മാത്രം വെച്ചിട്ട് പരീക്ഷയിൽ എഴുതി വെക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യണം, ഹിന്ദി വേർഷൻ കൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യം ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഹിന്ദി മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് ഇരുന്ന് വായിക്കാം, പക്ഷേ അതിനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല കുറേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു PDF ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്ററിലും ഹിന്ദി സമ്മറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററിലും എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇതാദ്യം നിങ്ങൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടത് ആക്ച്വൽ പരീക്ഷയിൽ എന്തൊക്കെയാണ് ചോദിക്കുക. ആക്ച്വൽ പരീക്ഷയിൽ ഓരോ ചാപ്റ്ററിൻ്റെ സമ്മറി എഴുതാനല്ല പറയാം. ആക്ച്വൽ പരീക്ഷയിൽ ഈ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 3 SCRT ഒഫീഷ്യലി റിലീസ് ചെയ്ത പേപ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 3 പേപ്പേഴ്സിലും ചോദിച്ച ചോദ്യങ്ങളാണ്. എത്ര പ്രാവശ്യം ചോദിച്ചു, എത്ര മാർക്കിനാണ് ഓരോ ചോദ്യങ്ങളാരും ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നല്ല ഐഡിയ ആയിരിക്കും. ഇതിലൊരു കാര്യം നമുക്ക് മനസ്സിലാവും, ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ചാപ്റ്റർ ബേസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ പാസേജ് കോംപ്രിഹെൻഷൻ, ഒരു പാസേജ് തരും, ഒരു ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ അതൊന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാസേജ് വായിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു ടൈപ്പ് ചോദ്യം, ചാപ്റ്റർ നന്നായിട്ട് അറിയണം. പിന്നെ ഉള്ളത് കുറേ ഡിസ്കോഴ്സസ് ആണ്. ഫോർ എക്സാമ്പിൾ പട്കഥ അഥവാ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്, പിന്നെ ബാത്ത് ചീത്ത് കോൺവെർസേഷൻ റൈറ്റിംഗ്, പിന്നെ ഡയറി, പത്ര, എല്ലാം ചാപ്റ്റർ ബേസ്ഡ് ആണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ ഫോർമാറ്റും കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഓരോന്നിൻ്റെ ഫോർമാറ്റ് ഉണ്ടല്ലോ, അതും കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 0 മാർക്ക് കിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു 4 മാർക്കിന് ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ ചെയ്താൽ 4 മാർക്കിൽ മിനിമം 2.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ അത് എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ എഴുതുന്നു, നിങ്ങളുടെ ഭാഷയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള ഫുൾ മാർക്ക് കിട്ടണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടാം. ഓക്കെ, അപ്പോൾ മിനിമം മാർക്സ് എല്ലാത്തിലും നിങ്ങൾ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ A+നുള്ള വക നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വാങ്ങിച്ചെടുക്കുക. അതെങ്ങനെ കഷ്ടപ്പെടണം എന്നുള്ള കാര്യം കൂടെ ഈ 2 ദിവസത്തിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. അത് അവസാനം പറഞ്ഞുതരാം. ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കാം. ടിപ്പണി ആയിക്കോട്ടെ, ടിപ്പണി ബേസിക്കലി ക്യാരക്ടർ സ്കെച്ചാണ്. പിന്നെ വിസ്താർ ആയിക്കോട്ടെ അഥവാ സെന്റൻസ് എക്സ്പാൻഷൻ, ഇതൊക്കെ ഭാവമൊക്കെ എന്താണ്, പോയം അപ്രീസിയേഷനും ചാപ്റ്റർ അപ്രീസിയേഷനും ഒക്കെ ചാപ്റ്റർ ബേസ്ഡ് ആണ്. അപ്പോൾ ചാപ്റ്റർ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് കൂടാതെ നിങ്ങൾക്ക് ഗ്രാമറും ഉണ്ടാവും. പക്ഷേ ഗ്രാമർ എല്ലാം ചെറിയ ചെറിയ 1 മാർക്ക് ചോദ്യങ്ങളാണ്. അത് ഓവർ വെയിറ്റേജ് ഉള്ളതല്ല. അപ്പം ബാക്കിയുള്ള ചാപ്റ്ററും ഈ ഒരു ഡിസ്കോഴ്സ് ആണ് നിങ്ങൾ ഏറ്റവും വെയിറ്റേജ് കൊടുക്കേണ്ടത്. പിന്നെ ടെൻസ് അഥവാ സെന്റൻസ് ട്രാൻസ്ഫോർമേഷനും എക്സ്ട്രാ ഉണ്ടാവും. പക്ഷെ അതും നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെയിറ്റേജ് ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറവാണ്. അപ്പോൾ ഈ ഒരു ഡിസ്കോഴ്സും ചാപ്റ്ററും അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് A+നുള്ള സംഗതി അവിടെ നിന്ന് തന്നെ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുക്കുക എന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ഞാൻ പറഞ്ഞ പോലെ ചാപ്റ്റർ ഓരോന്നായിട്ട് മനസ്സിലാക്കുക, മലയാളം സമ്മറിയും ഹിന്ദി സമ്മറിയും വെച്ചിട്ട്. രണ്ടാമത്തെ കാര്യം, അതൊന്നും കൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് SSLC ചാനലിൽ ഷമീം സാർ ലൈവ് എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ചാപ്റ്റർ അവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാപ്റ്റർ നിങ്ങൾ സമ്മറി മാത്രം വായിച്ചിട്ട് പരീക്ഷാ ഹാളിൽ എല്ലാ ചോദ്യങ്ങളും ഉത്തരം കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് അത്ര റിയലിസ്റ്റിക് അല്ല. അപ്പോൾ ആ മലയാളം സമ്മറി വായിച്ച ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലൈവിൽ വന്നിരുന്നിട്ട് ആ ലൈവ് ഒന്ന് ഫുൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ചാപ്റ്റർ സെറ്റായി. നാളെ രാവിലെ കുത്തിരുന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ എല്ലാം റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. പല കുട്ടികളുണ്ടാക്കുന്ന ഒരു മണ്ടത്തരം, ഇതൊക്കെ മനസ്സിലാക്കും, ആ ഡിസ്കോഴ്സിന്റെ ഫോർമാറ്റ് മനസ്സിലായി, എല്ലാം മനസ്സിലാക്കി, പക്ഷെ ഒന്നും എഴുതി പഠിക്കില്ല. മക്കളെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ സ്വന്തം എഴുതണം. ആരും നിങ്ങളെ ലൈവിൽ പോലെ ടീച്ചർ വന്ന് ഹെൽപ്പ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അത് രാവിലെ കുത്തിരുന്ന് എഴുതി പഠിക്കണം. ഡയറി ആയിക്കോട്ടെ, ടിപ്പണി ആയിക്കോട്ടെ, എല്ലാം എഴുതി പഠിക്കണം. അങ്ങനെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരീക്ഷാ ഹാളിൽ അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലൈവിലെടുത്ത ക്വസ്റ്റ്യൻസും വരും, കാര്യങ്ങളൊക്കെ നടക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യണം, നിങ്ങൾ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നാളെ വൈകുന്നേരത്തെ ലൈവും കൂടി പങ്കെടുക്കുക. അതിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതായിരിക്കും വിത്ത് ആൻസേഴ്സ്. അതും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹിന്ദിയിൽ A+ കിട്ടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു 3ാമത്തെ പോയിന്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് A ഗ്രേഡ് ആണോ അല്ലെ A+ ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടാം. അപ്പോൾ ഈ ഒരു റൈറ്റിംഗ് പ്രാക്ടീസും കൂടെ നിങ്ങൾ ചെയ്യുക. ഈ റിസോഴ്സസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിച്ച് പൊളിച്ച് പഠിക്കുക, A+ വാങ്ങിച്ച് തിരിച്ചുക. ബാക്കിയുള്ള എക്സാംസിനും ഇതുപോലത്തെ കിടിലൻ പ്ലാന് നമ്മൾ ചെയ്യുന്നതായിരിക്കും.